നമസ്കാരം. ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂനപക്ഷ സമുദായങ്ങളിലെ ദളിതരെന്ന് വിളിക്കപ്പെടുന്നവരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറുക, പട്ടികജാതി പട്ടികവർഗ നയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം സമിതിയുടെ നാട്ടിക ബീച്ച് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി NR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് VN വിനോദ് അധ്യക്ഷത വഹിച്ചു. കേരള പുലയർ മഹാസഭ സംസ്ഥാന ട്രഷറർ CA ശിവൻ, പട്ടികജാതി പട്ടികവർഗ ഏകോപന സമിതി അംഗം MS ദിനേശൻ, AR സന്ധ്യ, TD ഷീല എന്നിവർ സംസാരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ KSKTU നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി എന്ന പേരിൽ ചാഴൂരിൽ സംഘടിപ്പിച്ച ജനകീയ സംഗമം കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സമരാധ്യായമായി മാറിയില്ലേ ഡൽഹിയിലെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും MLA-മാരും MP-മാരും എല്ലാവരും ചേർന്ന് നടത്തിയ ഐതിഹാസികമായ സമരം. ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി നേതാവായ പഞ്ചാബ് മുഖ്യമന്ത്രി, ജമ്മുകാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള, സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കപിൽ സിബൽ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ, മുൻ ബാലവൻ പോലീസ് സ്റ്റേഷൻ വകുപ്പ് മന്ത്രി KR പ്രജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, ഏരിയ സെക്രട്ടറി KC രമേശ്, KK അനിൽ, VR ബിജു, NG ജയരാജ്, TM ഷംസുദ്ദീൻ, NN ജോഷി എന്നിവർ സംസാരിച്ചു. താനിത്ത് KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. സിബിൻ C ബാബു അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MB മുകേഷ്, MB സഹദേവൻ, KS ഷൈജു എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് വെണ്ണക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് മഹോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളായി നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ആദ്യ ദിവസമായ ബുധനാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശാഭിഷേകവും നടന്നു. ഉച്ചയ്ക്ക് 5 മണിനാഗത്തിന് കളവും ദീപാരാധനയ്ക്ക് ശേഷം കരിനാഗത്തിന് കളം, ഭൂതക്കളം എഴുന്നള്ളിപ്പ്, ഭൂതത്തി ഒഴുക്കൽ എന്നിവയും ഉണ്ടായി. വ്യാഴാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം മുത്തപ്പനും ഉപമുത്തപ്പന്മാർക്കും രൂപക്കളവും, രാത്രി ശേഷം വീരഭദ്രസ്വാമിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു. 3-ാം ദിവസമായി വെള്ളിയാഴ്ച രാവിലെ കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളവും, വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളവും നടന്നു. രാത്രി വിഷ്ണുമായ സ്വാമിക്ക് കളവും, പുലർച്ചെ 2 മണിയോടെ എഴുന്നള്ളിപ്പ്, പാന, കനലാട്ടം എന്നിവയും ഉണ്ടായിരുന്നു. ഉത്സവ ദിവസം രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവയുമുണ്ടായി. തുടർന്ന് ഉഷപൂജയ്ക്ക് ശേഷം ദേവിക്ക് ഉദയാസ്തമയ കളവും നടന്നു. പ്രസാദ ഊട്ടിന് ശേഷം വൈകിട്ട് പാണ്ടിമേളം അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും നടന്നു. രാത്രി തായംഭക, ദേവിക്ക് രൂപക്കളവും പുലർച്ചെ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് ഗുരുതി, ദേവിയെ പാടി കുടിയിരുത്തൽ, മംഗളപൂജ എന്നിവയോടെ ഈ വർഷത്തെ തോറ്റംപാട്ട് മഹോത്സവം സമാപിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ 1998-99 വർഷത്തെ SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഓർമ്മകളുടെ വസന്തകാലം എന്ന പേരിൽ നടത്തിയ സംഗമ പരിപാടി ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. നിമിഷങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ സ്കൂളിലെ, നിങ്ങളുടെ കാലഘട്ടത്തെ, നിങ്ങളുടെ ക്ലാസ് മുറികളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള ചില അപൂർവമായ നിമിഷങ്ങൾ മാത്രമായിരിക്കും. എത്രയോ വർഷങ്ങൾ നിങ്ങളൊപ്പം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് നിമിഷങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. ആ നിമിഷങ്ങൾ മാത്രം മതി നമുക്കൊരു ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അത്തരം സുന്ദരമായ ഒരു പുതിയ നിമിഷത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാകട്ടെ, ഏറ്റവും സുന്ദരമായ ദിവസമാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കാനുണ്ടായിരിക്കും.
നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കൾ. എനിക്ക് തോന്നുന്നു സുഹൃത്തുക്കൾ എപ്പോഴും ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് സ്കൂൾ പഠനകാലത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്നേരം നമ്മൾ പിന്നീട് അതിനുശേഷം കോളേജ് പഠനത്തിനൊക്കെ ശേഷം വരുന്ന എല്ലാ സുഹൃത്തുക്കളെയും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ചില ക്രൈറ്റീരിയകൾ ഉണ്ടായിരുന്നു, നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാവും. പിന്നീട് ഉണ്ടാക്കുന്ന എല്ലാ സുഹൃത്തുക്കളും സ്കൂൾ പഠനകാലത്താണ് മറ്റൊരു ലക്ഷ്യവുമില്ലാതെ നമ്മളായി നിന്ന് തന്നെ, അല്ലെങ്കിൽ അവരായി തന്നെ നിന്നുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടാകുന്നത്. പ്രണയങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ സുഹൃത്തുക്കൾ ഒരിക്കലും മാറി മറിയുകയില്ല. കെ സജീഷ് അധ്യക്ഷത വഹിച്ചു. ആദ്യ സമാഗമത്തിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ അങ്കണത്തിലെ നെല്ലിമരത്തിന് ചുറ്റുമായി നിർമ്മിച്ച ഇരിപ്പിടത്തിന്റെ സമർപ്പണം ബോബി ടീച്ചർ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ, കുട്ടികൾക്കുള്ള സമ്മാന വിതരണം എന്നിവയും നടന്നു. അധ്യാപകരായ ബോബി, ഷില്ലി, മോഹനൻ, ദിനേഷ് CD, പ്രസന്ന കണ്ണൻ PP, സേതു ഷിനിൽ, MC, ത്രേസ്യ, മേരി എന്നിവർ സംസാരിച്ചു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.